പ്രൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MS വേർഡിൽ ഇതുപോലെ ഒരു ഫോമൽ ലെറ്റർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം MS വേർഡ് ഓപ്പൺ ചെയ്ത് ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുക്കുക. പിന്നീട് പേജ് ലേഔട്ട് സെലക്ട് ചെയ്ത് സൈസ് A4 സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടോപ്പ് മാർജിൻ 2 ഇഞ്ചിൽ സെറ്റ് ചെയ്യണം. മാർജിൻ രണ്ട് തരത്തിൽ സെറ്റ് ചെയ്യാം. ഒന്ന് ഈ പേജ് ലേഔട്ട് ടാബിൽ തന്നെയുള്ള മാർജിൻസ് സെലക്ട് ചെയ്ത് കസ്റ്റം മാർജിൻസ് സെലക്ട് ചെയ്യുക. 2 ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഓക്കെ കൊടുക്കുക. ടോപ്പ് മാർജിൻ ഇപ്പോൾ ഇവിടെയാണ് സെറ്റായിരിക്കുന്നത്. ഇനി മറ്റൊരു മെത്തേഡ്, ഇത് അൺഡു ചെയ്യുകയാണ്. വ്യൂ ടാബ് സെലക്ട് ചെയ്ത് റൂളർ സെറ്റ് ചെയ്യുക. റൂളർ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഈ റൂളർ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു ടിക്ക് മാർക്കും വന്ന് മുകളിലും ഈ സൈഡിലും റൂളറും വന്ന്. റൂളർ ഇങ്ങനെ എടുത്തിട്ട ശേഷം മൗസ് പോയിൻ്റർ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അന്നേരം മൗസ് പോയിൻ്റർ ഒരു ഡബിൾ സൈഡഡ് ആരോ പോലെ ആയിരിക്കുന്നത് കാണാം. ഇങ്ങനെ കണ്ട ശേഷം മൗസ് താഴോട്ട് ഡ്രാഗ് ചെയ്ത് മുകളിൽ 2 വരുന്നത് വരെ ഡ്രാഗ് ചെയ്ത ശേഷം ഇവിടെ 2 കണ്ട ശേഷം നമുക്ക് റിലീസ് ചെയ്യാം. ഇങ്ങനെയും നമുക്ക് 2 ഇഞ്ചിൽ ടോപ്പ് മാർജിൻ സെറ്റ് ചെയ്യാം. ഈ രണ്ട് മെത്തേഡിൽ നമുക്ക് ഏതാണോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ആ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഹോം ടാബ് സെലക്ട് ചെയ്ത് ഇവിടെ നോർമൽ എന്നുള്ളത് മാറ്റി നോ സ്പേസിങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇവിടെ വന്ന് ഫോണ്ട് സ്റ്റൈൽ മാറ്റി കൊടുക്കണമെങ്കിൽ അത് നമുക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഫോണ്ട് സൈസ് നമുക്കിവിടെ ഒന്ന് ഒരു ലെവലൊന്ന് കൂട്ടിക്കൊടുത്ത് 12ൽ സെറ്റ് ചെയ്യാം. പിന്നീട് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് തുടങ്ങാം. ബിസിനസ് ലെറ്റർ ആണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പേരും അഡ്രസ്സുമാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അതല്ല പേഴ്സണൽ ലെറ്റർ ആണെങ്കിൽ നമ്മുടെ പേരും വീട്ടഡ്രസ്സും ഇവിടെ ടൈപ്പ് ചെയ്യാം. അഡ്രസ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ആദ്യത്തെ ലൈൻ ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ ഇങ്ങനെ കോമ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്യുക. പിന്നീട് അഡ്രസ് ലൈനിലുള്ള അടുത്ത പ്ലേസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു പ്ലേസ് ഇത്രയും ലെങ്തേ ഉള്ളെങ്കിൽ നമുക്കൊരു കോമ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പേസ് കൂടി കൊടുത്തിട്ട് അടുത്തത് ഇവിടെ ടൈപ്പ് ചെയ്യാം. പക്ഷേ ഇത്രയും ടൈപ്പ് ചെയ്ത ശേഷം റൈറ്റ് സൈഡിൽ കോമ ഇടേണ്ട കാര്യമില്ല. പിന്നീട് എൻ്റർ കീ പ്രസ് ചെയ്യുക. അടുത്തത് ടൈപ്പ് ചെയ്യുക. ഇങ്ങനെ അഡ്രസ്സ് കംപ്ലീറ്റ് ടൈപ്പ് ചെയ്ത ശേഷം ഇപ്പോൾ കഴ്സർ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കവേ തന്നെ 2 തവണ എൻ്റർ കീ പ്രസ് ചെയ്ത് ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു കോളൻ ടൈപ്പ് ചെയ്യുക. പിന്നീട് ഒരു സ്പേസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇൻസേർട്ട് ടാബ് സെലക്ട് ചെയ്ത് ഡേറ്റ് ആൻഡ് ടൈം സെലക്ട് ചെയ്യുക. അവിടെ നിന്നും നമുക്ക് ഒരു ലെറ്ററിനൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ഡേറ്റിൻ്റെ ഫോമാറ്റാണ് ഈ ഒരു 3rd വൺ. അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് മന്ത്, ഡേറ്റ്, ഇയർ എല്ലാം ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ ഡേറ്റ് ഇവിടെ ഇൻസേർട്ടഡ് ആയി. ഡേറ്റ് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സിസ്റ്റം ഡേറ്റ് ഇവിടെ താഴെ കാണിക്കുന്നത് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തണം. കാരണം ഇവിടെ കാണിക്കുന്ന സിസ്റ്റം ഡേറ്റ് ആണ് ഇവിടെ ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത്. അതാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത്. കഴ്സർ ഇവിടെ തന്നെ നിർത്തിക്കൊണ്ട് 4 തവണ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇവിടെ റെസിപ്പിയൻറ്റിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. അതും ഇതേപോലെ തന്നെയാണ്. റൈറ്റ് സൈഡ് കോമ ഇട്ട് കൊടുക്കണ്ട. അത് കഴിഞ്ഞ് 2 തവണ എൻ്റർ ചെയ്ത് ഇവിടെ സല്യൂട്ടേഷൻ ടൈപ്പ് ചെയ്യാം. ഡിയർ സർ എന്ന് ടൈപ്പ് ചെയ്യാം. സർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ S ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. പിന്നീട് 6 കഴിഞ്ഞ ശേഷം കോമ കൊടുക്കുക. മാഡം ആണെങ്കിലും അങ്ങനെ തന്നെ മാഡം എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കോമ കൊടുക്കുക. ഈ ലെറ്റർ റിസീവ് ചെയ്യുന്ന ആ വ്യക്തി സർ ആണോ മാഡം ആണോ എന്ന് നമുക്ക് വ്യക്തത ഇല്ലെങ്കിൽ സർ കൊടുക്കുക. അതിനുശേഷം ഒരു സ്ലാഷ് കൊടുക്കുക. പിന്നീട് മാഡം എന്ന് കൊടുക്കുക. അതിനുശേഷം കോമ കൊടുക്കുക. ഇനി ആളിൻ്റെ പേരാണ് വെക്കുന്നതെങ്കിൽ മിസ്റ്റർ, അതിനുശേഷം ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക, ഒരു സ്പേസ് കൊടുക്കുക. പിന്നീട് ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിന് ശേഷം കോളനാണ് കൊടുക്കേണ്ടത്. മിസ്റ്റർ എന്നുള്ളിടത്ത് മിസ്സിസോ മിസ്സോ ഒക്കെ നമുക്ക് സാഹചര്യം അനുസരിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു തവണ എൻ്റർ കീ പ്രസ് ചെയ്യുക. പിന്നീട് സബ്ജക്റ്റ് ടൈപ്പ് ചെയ്യുന്നതിനായിട്ട് SUB എന്ന് കൊടുക്കുക. അതിനുശേഷം കോളൻ കൊടുക്കുക, ഒരു സ്പേസ് കൊടുക്കുക, സബ്ജക്റ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയി ഒന്ന് സെലക്ട് ചെയ്യുക. പിന്നീട് ഹോമിൽ പോയി ബോൾഡും അണ്ടർലൈനും അതുപോലെ ഈ സെൻറ്റർ അലൈൻമെൻറ്റും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം
ഇവിടെ ഈ റൈറ്റ് എൻഡിൽ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, പിന്നീട് എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത പ്രോപ്പർട്ടീസ് എല്ലാം ആക്റ്റീവ് ആണ്. അത് ഇനാക്റ്റീവ് ആക്കണം. അതിനായി ഇവിടെ ഓരോ തവണ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ സെൻറ്ററിൽ നിന്നിരുന്ന കേഴ്സർ ഇവിടെ വന്നു. അതുപോലെ ബോൾഡ്, അണ്ടർലൈൻ എന്നീ പ്രോപ്പർട്ടീസും ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വരികയില്ല. ഇനി ഒരു തവണ എൻ്റർ കീ പ്രസ് ചെയ്യുക. പിന്നീട് ബോഡി ഓഫ് ദ ലെറ്റർ ടൈപ്പ് ചെയ്ത് തുടങ്ങാം. അത് നമുക്ക് ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് അലൈൻഡ് ആയിട്ട് വേണം ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് തന്നെ ടൈപ്പ് ചെയ്ത് തുടങ്ങാം. ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ട് അടുത്ത പാരഗ്രാഫ് ടൈപ്പ് ചെയ്യാം. അതിനായിട്ട് 2 തവണ എൻ്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. ഇനി ഈ 2 പാരഗ്രാഫിൻ്റെ റൈറ്റ് സൈഡ് നമുക്ക് അലൈൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഈ പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. പിന്നീട് ജസ്റ്റിഫൈ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡ് ഒരേപോലെ വന്നിരിക്കുന്നത് കാണാം. ഇനി കഴ്സർ ഈ എൻഡിൽ കൊണ്ടുവന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് നിർത്തുക. അതിനുശേഷം 2 തവണ എൻ്റർ കീ പ്രസ് ചെയ്യുക. പിന്നീട് നമുക്ക് സിൻസിയർലി എന്ന് കൊടുക്കാം. അതിനുശേഷം കോമ കൊടുക്കാം. ഇനി സിൻസിയർലി എന്നല്ല യുവേഴ്സ് സിൻസിയർലി എന്നാണ് കൊടുക്കുന്നതെങ്കിൽ യുവേഴ്സ്, അത് കഴിഞ്ഞിട്ട് എസ് സ്മോൾ ലെറ്റർ വേണം കൊടുക്കേണ്ടത്. പിന്നീട് കോമ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് സിഗ്നേച്ചർ ഇടാൻ തക്ക വിധത്തിൽ 4 തവണ എൻ്റർ കീ പ്രസ് ചെയ്ത് സ്പേസിങ് കൊടുക്കേണ്ടതാണ്. ഇവിടെ ഈ ഗ്യാപ്പിൽ നമുക്ക് സിഗ്നേച്ചർ ഇടാം. ആ സിഗ്നേച്ചറിൻ്റെ താഴെ നമ്മുടെ നെയിം വരണം. അവിടെ നമ്മുടെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെയിമിൻ്റെ താഴെ നമ്മളൊരു ഓഫീസ് ലെറ്ററാണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ആളുടെ ഡെസിഗ്നേഷൻ ഇവിടെ കൊടുക്കാം. ഇപ്പോൾ മാനേജർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനേജർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്പേസിംഗ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഈ നെയിമിൻ്റെയും മാനേജറിൻ്റെയും ഇടയ്ക്കായിട്ട്. വീണ്ടും 2 തവണ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഈ ലെറ്ററിൻ്റെ കൂടെ നമ്മൾ എൻക്ലോഷർ വല്ലതും വെക്കുന്നുണ്ടെങ്കിൽ, അതായത് അറ്റാച്ച്മെൻറ്റ് വല്ലതും വെക്കുന്നുണ്ടെങ്കിൽ ENCL എന്ന് കൊടുക്കുക. പിന്നീട് കോളൻ കൊടുക്കുക. അതിനുശേഷം ഒരു സ്പേസ് കൊടുക്കുക. പിന്നീട് എൻക്ലോഷറിൻ്റെ ഡീറ്റെയിൽസ് ചെറിയ രീതിയിൽ കൊടുക്കുക. അതിന് താഴെയായിട്ട് 2 ലൈൻ സ്പേസിങ് കൊടുത്തിട്ട് ഈ ലെറ്ററിൻ്റെ കോപ്പി നമ്മൾ മറ്റാർക്കെങ്കിലും അയക്കുന്നെങ്കിൽ CC എന്ന്, അതായത് കാർബൺ കോപ്പിയുടെ ഷോർട്ട് ഫോം, അത് കൊടുത്തിട്ട് ഒരു കോളൻ കൊടുക്കുക. പിന്നീട് ഈ കോപ്പി ആർക്കാണോ അയക്കുന്നത് ആ ആളിൻ്റെ പേരൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബിസിനസ് ലെറ്റർ അല്ലെങ്കിൽ ഒരു ഫോമൽ ലെറ്റർ നമ്മൾ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കുന്നത്. ഇനി ഈ പഠിച്ച പ്രകാരം നമുക്കൊരു ലെറ്റർ ഒന്ന് ടൈപ്പ് ചെയ്യാം. അതിനായി ആദ്യം പേജ് ലേഔട്ടിൽ പോയി പേജ് സൈസും മാർജിനും സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഹോം ടാബിൽ പോയി നോ സ്പേസിങ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫോൺ സ്റ്റൈൽ നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഫോൺ സൈസ് കൂട്ടി കൊടുക്കാം. പിന്നെ ലെറ്റർ ടൈപ്പ് ചെയ്ത് തുടങ്ങാം. ഞാനിപ്പോൾ ഇമാജിനറി നെയിംസും അഡ്രസ്സും ഒക്കെ യൂസ് ചെയ്ത് ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യുകയാണ്. ഡേറ്റ് ടൈപ്പ് ചെയ്യാം. റെസിപ്പിയൻറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഫർണിച്ചർ മാർട്ട് ആണ് ഈ ലെറ്റർ അയക്കുന്നത്. അതിൻ്റെ ഹോൾസെയിൽ ഡീലറോട് കുറച്ച് ഗുഡ്സ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കവറിംഗ് ലെറ്ററാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ റെസിപ്പിയൻ്റ് അഡ്രസ്സിൽ നമുക്ക് ആദ്യം സെയിൽസ് മാനേജർ എന്ന് കൊടുക്കാം. അതിനുശേഷം ആ സ്ഥാപനത്തിൻ്റെ പേര് കൊടുക്കാം. ഇവിടെ ദി സെയിൽസ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്യാം. ഇത് കഴിഞ്ഞ് സല്യൂട്ടേഷൻ കൊടുക്കാം. സബ്ജക്റ്റ് കൊടുക്കാം. സബ്ജക്റ്റ് ഇപ്പോൾ നമുക്കിവിടെ പർച്ചേസ് ഓഫ് ഗുഡ്സ് എന്ന് തന്നെ കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് ബോൾഡ് കൊടുത്ത് അണ്ടർലൈൻ ചെയ്ത് സെൻട്രലൈസ് ചെയ്യാം. ഈ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് കളയാം. വീണ്ടും ഒന്നുകൂടി എൻ്റർ കീ പ്രസ് ചെയ്യാം. ഇനി ബോഡി ഓഫ് ദ ലെറ്റർ ടൈപ്പ് ചെയ്യാം. വി ആർ പ്ലീസ്ഡ് ടു, പിന്നെ 2 തവണ എൻ്റർ കീ പ്രസ് ചെയ്യാം. അടുത്ത പാരഗ്രാഫ് ടൈപ്പ് ചെയ്യാം. ഇതേപോലെ താഴോട്ടുള്ള പാരഗ്രാഫ്സ് എല്ലാം ടൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് 2 തവണ എൻ്റർ കീ പ്രസ് ചെയ്ത് സിൻസിയർലി എന്ന് ടൈപ്പ് ചെയ്യാം.
കോമ കൊടുത്ത് 4 തവണ എൻ്റർ കീ പ്രസ് ചെയ്ത് സിഗ്നേച്ചറിനുള്ള സ്പേസ് കൊടുക്കാം. അത് കഴിഞ്ഞ് ഈ ലെറ്റർ എഴുതിയ ആളുടെ പേര് കൊടുക്കാം. അതിന് താഴെ ഡെസിഗ്നേഷൻ കൊടുക്കാം. ഇത് കഴിഞ്ഞ് വേണമെങ്കിൽ കോൺടാക്റ്റ് നമ്പറോ മെയിൽ ഐ ഡിയോ ഒക്കെ കൊടുക്കാവുന്നതാണ്. ഈ ലെറ്ററിൻ്റെ കൂടെ പർച്ചേസ് ഓർഡർ എൻക്ലോഷറായിട്ട് നമ്മൾ അയക്കുന്നുണ്ട്. അതുകൊണ്ട് ENCL എൻക്ലോഷറിൻ്റെ ഷോർട്ട് ഫോം ടൈപ്പ് ചെയ്ത് പർച്ചേസ് ഓർഡർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ലെറ്റർ നമ്മളിപ്പോൾ സെയിൽസ് മാനേജർക്കാണ് അയച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കോപ്പി വേണമെങ്കിൽ നമുക്ക് ഈ ഡീലറുടെ മാനേജർക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ സൂചിപ്പിക്കാം. CC എന്ന് ടൈപ്പ് ചെയ്ത ശേഷം. നമ്മൾ പാരഗ്രാഫ്സ് ജസ്റ്റിഫൈ ചെയ്തില്ല. ജസ്റ്റിഫൈ ചെയ്യാനായി ഓരോ പാരഗ്രാഫ് സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണമെന്നില്ല. ജസ്റ്റിഫൈ ചെയ്യാനുള്ള പാരഗ്രാഫ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതുപോലെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ജസ്റ്റിഫൈ സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വളരെ ഭംഗിയായി തന്നെ നമ്മൾ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്തു. ഇങ്ങനെ താഴെ ഒരു എക്സ്ട്രാ പേജ് വരികയാണെങ്കിൽ ഈ പേജിൽ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡിലീറ്റ് കീ ഈ പേജ് പോകുന്നത് വരെ ഓരോ തവണ പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ലെറ്ററിൻ്റെ പ്രിൻ്റ് എടുക്കുമ്പോൾ ഒരു എക്സ്ട്രാ ബ്ലാങ്ക് പേജ് വരും. അത് ഒഴിവാക്കാനായി ആ താഴെ വന്ന പേജ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ് നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക.